പെട്ടെന്നൊരു റിപ്പോർട്ട് എല്ലാ അപകടങ്ങളുടെയും പശ്ചാത്തലത്തിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നൽകേണ്ടതുണ്ട്. ഇതായിരിക്കാം കാരണം. അതൊരിക്കലും ഒരു ഫൈനൽ റിപ്പോർട്ടായിട്ട് ഒരിക്കലും പരിഗണിക്കാറില്ല. പകരം സാധ്യതകളെ മുൻനിർത്തിയുള്ളതാണ് ആ പ്രാഥമികമായിട്ട് സമർപ്പിക്കുന്ന റിപ്പോർട്ട്. ഇവിടെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിട്ടുണ്ടാകാം, പക്ഷേ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളോ മറ്റ് അപകടവുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളോ ഒന്നും ഇതുവരെ ഔദ്യോഗികമായിട്ട് നൽകാതിരുന്ന വ്യോമയാന മന്ത്രാലയം ഇന്നലെ അട്ടിമറി സാധ്യത തള്ളിക്കളയുന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനുശേഷം ഉണ്ടായ ഒരു വലിയ അപകടം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിമാനാപകടങ്ങളിൽ ഒന്ന് എന്ന് വരുമ്പോൾ അട്ടിമറി സാധ്യത എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പലരും പാകിസ്ഥാനിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും നമുക്ക് ഇപ്പോൾ നടത്താൻ സാധിക്കില്ല. കാരണം അതെങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ അന്തരീക്ഷത്തിൽ പോലും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.